പത്രങ്ങളും വാരികകളും ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമരകാലത്ത് ദേശീയബോധം വളർത്താനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാനും നിരവധി പത്രങ്ങളും മാസികകളും പ്രധാന പങ്ക് വഹിച്ചു. പ്രധാനപ്പെട്ടവ താഴെ കൊടുക്കുന്നു. കേസരി സ്ഥാപിച്ചത് ബാൽ ഗംഗാധർ തിലക്. ഭാഷ മറാത്തി. ആരംഭം 1881. പ്രത്യേകത: ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങൾ. ജനങ്ങളിൽ ദേശീയബോധം വളർത്തി. ദ മറാത്ത സ്ഥാപിച്ചത് ബാൽ ഗംഗാധർ തിലക്. ഇംഗ്ലീഷ് ഭാഷ. 1881 ആരംഭം. അമൃത ബസാർ പത്രിക സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷ്, മോട്ടിലാൽ ഘോഷ്. ആരംഭം 1868. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ നിലപാട്. ദ ഹിന്ദു സ്ഥാപനം ജി സുബ്രഹ്മണ്യ അയ്യർ മുതലായവർ. ആരംഭം 1878. ദേശീയ ചിന്തകൾ പ്രചരിപ്പിച്ചു. യങ് ഇന്ത്യ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഹോം റൂൾ പാർട്ടി. 1919. ഇംഗ്ലീഷ് ഭാഷ. സ്വാതന്ത്ര്യ സമര ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഹരിജൻ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധി. 1933. അഹിംസ, അസ്പൃശ്യത വിരുദ്ധ പ്രചരണം. വന്ദേ മാതരം സ്ഥാപകൻ ബിപിൻ ചന്ദ്രപാൽ. ശക്തമായ ദേശീയവാദ ലേഖനങ്ങൾ. അൽ ഹിലാൽ സ്ഥാപിച്ചത് അബ്ദുൽ കലാം ആസാദ്. ആരംഭം 1912. മുസ്ലിം സമൂഹത്തിൽ ദേശീയബോധം വളർത്തി. ഇന്ത്യൻ ഒപ്പീനിയൻ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധി. ആരംഭം 1903. ദക്ഷിണാഫ്രിക്ക. സുധരക് സ്ഥാപിച്ചത് ഗോപാൽ ഗണേഷ് അഗർകർ. സാമൂഹിക പരിഷ്കാരങ്ങൾ പ്രചരിപ്പിച്ചു. കേരളത്തിലെ പ്രധാന പത്രങ്ങൾ. മലയാള മനോരമ സ്ഥാപിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളെ. ആരംഭം 1888. മാതൃഭൂമി സ്ഥാപിച്ചത് കെ പി കേശവ മേനോൻ. 1923 ആരംഭം. സ്വാതന്ത്ര്യ സമരാശയങ്ങൾ പ്രചരിപ്പിച്ചു. സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി. എഡിറ്റർ രാമകൃഷ്ണപിള്ള. ട്രാവൻകൂർ ഭരണത്തിനെതിരെയുള്ള ലേഖനങ്ങൾ. സ്വാതന്ത്ര്യ സമരവും വർത്തമാന പത്രങ്ങളും. രാസ്ത ഗോഫ്തർ ഏത് മതക്കാരുടെ ഉന്നമനത്തിനായിട്ടാണ് പ്രവർത്തിച്ചത്? പാഴ്സി. രാസ്ത ഗോഫ്തർ ഏത് മതക്കാരുടെ ഉന്നമനത്തിനായിട്ടാണ് പ്രവർത്തിച്ചത്? പാഴ്സി. വിടുതല എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. വിടുതല എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണം കേസരി. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണം കേസരി. ബംഗാൾ ഗസറ്റിന്റെ മറ്റു പേരുകൾ ഹിക്കീസ് ഗസറ്റ്, കൽക്കട്ട ജനറൽ അഡ്വൈസർ. ബംഗാൾ ഗസറ്റിന്റെ മറ്റു പേരുകൾ ഹിക്കീസ് ഗസറ്റ്, കൽക്കട്ട ജനറൽ അഡ്വൈസർ. അഭ്യുദയ 1907, മര്യാദ 1910 എന്നീ ഹിന്ദി പ്രസിദ്ധീകരണം ആരംഭിച്ച നേതാവ് മദൻ മോഹൻ മാളവ്യ. അഭ്യുദയ, മര്യാദ എന്നീ ഹിന്ദി പ്രസിദ്ധീകരണം ആരംഭിച്ച നേതാവ് മദൻ മോഹൻ മാളവ്യ. അരവിന്ദ ഘോഷ് 1914 ആരംഭിച്ച മാസിക ആര്യ. അരവിന്ദ ഘോഷ് 1914 ആരംഭിച്ച മാസിക ആര്യ. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? നവജീവൻ. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? നവജീവൻ. ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1780. ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1780. സഞ്ജീവനി എന്ന വാരിക പ്രസിദ്ധീകരിച്ച സ്വദേശി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചതാര്? കൃഷ്ണകുമാർ മിത്ര. സഞ്ജീവനി എന്ന വാരിക പ്രസിദ്ധീകരിച്ച് സ്വദേശി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചതാര്? കൃഷ്ണകുമാർ മിത്ര. പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദൻ. പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഉദ്ബോധന എന്ന ബംഗാളി പത്രവും ആരംഭിച്ചു. സംഘർഷ് എന്ന സോഷ്യലിസ്റ്റ് വാരിക പ്രസിദ്ധീകരിച്ചത് ആചാര്യ നരേന്ദ്രദേവ്. സംഘർഷ് എന്ന സോഷ്യലിസ്റ്റ് വാരിക പ്രസിദ്ധീകരിച്ചത് ആചാര്യ നരേന്ദ്രദേവ്. പത്രപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തടവ് അനുഭവിക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യക്കാരൻ സുരേന്ദ്രനാഥ് ബാനർജി. പത്രപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തടവ് അനുഭവിക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യക്കാരൻ സുരേന്ദ്രനാഥ് ബാനർജി. മൂക് നായക് 1920 എന്ന പത്രം ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ. മൂക് നായക് എന്ന പത്രം ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ധർമ്മപത്രം ആരുടേതാണ്? അരവിന്ദ ഘോഷ്. ധർമ്മ പത്രം ആരുടെ? അരവിന്ദ ഘോഷ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ഡീൻ തുഷാർ കാന്തി ഘോഷ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ഡീൻ തുഷാർ കാന്തി ഘോഷ്. പത്രപ്രവർത്തന രംഗത്തെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അമൃത് ബസാർ പത്രിക എന്ന പത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രം സ്റ്റാർ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രം സ്റ്റാർ ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റുവിന്റെ പത്രം നാഷണൽ ഹെറാൾഡ്.
1938 ലക്നൗ. ദേവേന്ദ്രനാഥ് ടാഗോറും മൻമോഹൻ ഘോഷും ചേർന്ന് കൊൽക്കത്തയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ മിറർ. ദേവേന്ദ്രനാഥ് ടാഗോറും മൻമോഹൻ ഘോഷും ചേർന്ന് കൊൽക്കത്തയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ മിറർ. 1861. രാസ്ത ഗോഫ്തർ പത്രം ഗുജറാത്തി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു. ആരുടെ? ദാദാബായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു. രാസ്ത ഗോഫ്തർ പത്രം ആരുടെ? ദാദാബായ് നവറോജി. സുധാരക് പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന പത്രം. ജന്മഭൂമി പത്രം പട്ടാഭി സീതാരാമയ്യ. പുരട്ചി പത്രം EV രാമസ്വാമി നായ്ക്കർ. ദ ബംഗാളി പത്രം ഗിരീഷ് ചന്ദ്ര ഘോഷ്. 1862 ഇംഗ്ലീഷ്. ലീഡർ പത്രം മദൻ മോഹൻ മാളവ്യ ഏത് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു? ഇംഗ്ലീഷ്. ദിനബന്ധു ഏതിന്റെ മുഖപത്രം? സത്യശോധക് സമാജത്തിന്റെ മുഖപത്രം. ദിനബന്ധു ഏതിന്റെ മുഖപത്രം? സത്യശോധക് സമാജത്തിന്റെ മുഖപത്രം. തത്വബോധിനി പത്രിക പ്രസിദ്ധീകരിച്ചത് കൊൽക്കത്ത. തത്വബോധിനി പത്രിക പ്രസിദ്ധീകരിച്ചത് കൊൽക്കത്ത. 1843 തത്വബോധിനി സഭയുടെ മുഖപത്രം. GD കുമാർ കാനഡയിലെ വാൻകുവറിൽ പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശി സേവക് ഗുരുമുഖി ലിപിയിൽ. GD കുമാർ കാനഡയിൽ വാൻകുവറിൽ പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശി സേവക്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച മാസിക ബംഗദർശൻ. 1872. മാഡം ബിക്കാജി കാമ പാരീസിൽ സ്ഥാപിച്ച പത്രം വന്ദേമാതരം. മാഡം ബിക്കാജി കാമ പാരീസിൽ സ്ഥാപിച്ച പത്രം വന്ദേമാതരം. 1905 കൊൽക്കത്തയിൽ വന്ദേമാതരം എന്ന ഇംഗ്ലീഷ് പത്രം സ്ഥാപിച്ചത് ബിപിൻ ചന്ദ്രപാൽ. എഡിറ്റർ അരവിന്ദ ഘോഷ്. ബോംബെ ക്രോണിക്കിൾ ആരുടെ പത്രം? ഫിറോസ് ഷാ മേത്ത. 1910. ബോംബെ ക്രോണിക്കിൾ ആരുടെ പത്രം? ഫിറോസ് ഷാ മേത്ത. GS അയ്യരും കൂട്ടരും ചേർന്ന് ആരംഭിച്ച പത്രം ദി ഹിന്ദു. SA ഡാങ്ക ആരംഭിച്ച പ്രസിദ്ധീകരണം ദ സോഷ്യലിസ്റ്റ്. 1922. SA ഡാങ്ക ആരംഭിച്ച പ്രസിദ്ധീകരണം ദ സോഷ്യലിസ്റ്റ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബംഗാളി പത്രം സംവബാദ് കൗമുദി. 1819. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച വാരിക മിറാത്തുൽ അക്ബർ. ഷോം പ്രകാശ് എന്ന ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് എന്ന ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. താങ്ക് യു.